മക്കാ മുശ്രിക്കരോട് നിങ്ങൾ എന്തിനാണ് ലാത്തയെയും ഉസയെയും എല്ലാം അടയാളന്മാരാക്കി തേടുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ അടയാളന്മാരാക്കുന്നതെന്നാണ്. ഇതേ വാദം പോലും നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു. അമ്പലക്കടവിലുണ്ട് ഒരു ഫൈസി, അദ്ദേഹം പ്രാർത്ഥനയെ പരിചയപ്പെടുത്തുന്നത് ഒരു കുട്ടിയുടെ മുസ്ലിം കുട്ടിയുടെ നിഷ്കളങ്കായ ചോദ്യം, അള്ളാഹിനോട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോലെ എന്തിനാണ് നമ്മൾ ഈ മുഹീദ്ദീൻ ശൈഖിനെയും റിഫായി ശൈഖിനെയും അമ്പർത്തങ്ങളെയും ഇമാം മുച്ചനൊക്കെ നമ്മൾ എന്തിനാണ് അടയാളന്മാരാക്കി തേടുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ താരതമ്യം നമുക്കൊന്ന് കേൾക്കാം. ഇസ്തിഗാസ ഇശറാഇൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ അങ്ങനെ കട്ടപ്പുറത്ത് ഇങ്ങനെ ആവിട്ട് പോണ KSRTC പോലെയാണ്. ചിലപ്പോ അവിടെ എത്താം, അല്ലെങ്കിൽ വൈക്ക് അവിടെ നിന്ന് പോവാം. പക്ഷേ മുഹീദ്ദീൻ ശൈഖിന്റെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട്, മുനമ്പത്ത ബീബിയുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട്, അമ്പിയാക്കന്മാരുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട് ഇങ്ങനെ തേടിയാൽ, ഈ ഇടയിൽ പ്രാർത്ഥനയുടെ ഇടയിൽ പൂൾ വെച്ച് തേടിയാൽ അത് ബെൻസ് കാർ പോലെയാണ്. പെട്ടെന്ന് അവിടെ എത്തും. ബെൻസ് കാർ പോലെയാണ്. അള്ളാഹുവിനോട് തേടുന്നത് KSRTC പോലെയും ഇടയാളന്മാരെ വെച്ച് തേടിയാൽ അത് ഏറ്റവും നല്ല ബെൻസ് കാർ പോലെയുമാണെന്ന് ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്ന ഒരു സംഘടന 100ാം വാർഷികം ആഘോഷിക്കുക.